ചാനൽ ദേ രാവിലെ എണീറ്റു. നല്ല വഴിക്കാണ് കിടന്നുറങ്ങിയത്. അതുപോലെ തന്നെ വൈകിയാണ് എണീറ്റതും. അപ്പോൾ ദേ ഉമ്മച്ചി രാവിലെ തന്നെ മുട്ടപ്പത്തിരി ഓട്ടടാന്നും പറയും അതുണ്ടാക്കി. തേങ്ങാപ്പാലുമാണ് ഉണ്ടാക്കിയത് ഇന്ന് രാവിലെ തന്നെ. അപ്പോൾ അയറുമ്മ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉമ്മാൻ്റെ കൂടെ തട്ടിൻ്റെ മുകളിൽ കയറി നിൽക്കണേന്. അപ്പോൾ അതേ ഉമ്മച്ചി തേങ്ങാപ്പാലൊക്കെ പിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇമ്പ്രൂവിൻ്റെ അയറിനെ മുടി വെട്ടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഇമ്പ്രൂവിന് പിന്നെ വെട്ടിക്കാറുണ്ട്. ആരോന് ഇതുവരെയായിട്ട് പുറത്തു കൊണ്ട് വെട്ടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ട്രിമ്മറും കൊണ്ട് അല്ലാണ്ടായിരിക്കും വെട്ടാറ്. അപ്പോൾ ദേ എൻ്റെ സുന്ദരിമ മാഷാ അല്ലാ. അപ്പോൾ അവളുടെ മുടിയൊക്കെ വെട്ടി ഞങ്ങൾ ദേ വന്നു. കുളി കഴിഞ്ഞു. മക്കളെ കുറേ കഴിഞ്ഞ് ഞാൻ ദേ ഫുഡ് കഴിക്കാനിരുന്നാണ്. മീൻ കറിയുണ്ട്, ഉള്ളിമുളകുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. ഉമ്മച്ചി രാവിലെ തന്നെ പോയി. അപ്പോൾ ദേ ഇന്ന് രാത്രി കല്യാണ പരിപാടിക്കും കാര്യങ്ങളൊക്കെ പോകുന്നതുകൊണ്ട് ഇമ്പ്രൂവിനെ നേരത്തെ കിടത്തി ഉറക്കി ഇച്ചിരി നേരം. അപ്പോൾ ഇമ്പ്രൂവ് പറയുന്ന ഗ്യാപ്പിൽ ഞങ്ങൾ എന്ത് ചെയ്ത് ഐറും ഞാനും കൂടി ഇരുന്ന് മൈലാഞ്ചിട്ട്. അപ്പോൾ ഒരു കൈ ഇട്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുന്നു. കൈ തരൂല എന്നാണ് ആ പറയണത്. അപ്പം ഞാനും പിന്നെ വീഡിയോ ഓഫ് ചെയ്തു. വൈകുന്നേരമായി. ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ദേ റെഡിയായി. ഞാൻ റെഡിയായി. ഇമ്പ്രൂവിനും ആയിരോനൊക്കെ റെഡിയാക്കി ഇരുത്തിയേക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഷോ. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സാണ് വന്നേക്കണം. പെണ്ണുങ്ങൾക്ക് പാകിസ്ഥാനി ഷാളും ബാക്കിയുള്ള ബ്ലാക്ക് ടോപ്പ് ആൻഡ് പാൻറ്റ്. ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു പരിപാടി അതിൽ അങ്ങനെ. അപ്പോൾ ആയിരം ദേ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കരഞ്ഞപ്പോൾ ആയിരം ഇറക്കി വിട്ടു. ദേ ഇമ്പ്രൂവ് ആയിരം ഒക്കെ സെറ്റാണ്. നമ്മളിത് ഇന്ന് വൈകിയാണ് പോയതും. വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എന്നാലും വൈകിയാണ് നമ്മൾ പോയത്. നമുക്ക് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നു. അപ്പോൾ നമ്മൾ അതേ എത്തി. കാർ ഇടാൻ വേണ്ടി സ്ഥലം നോക്കിയതാണ്. ബൈക്കൊക്കെ വെച്ചേക്കൊണ്ട് ഇടാൻ സ്ഥലമില്ലാണ്ട് വേറെ എവിടെയോ കൊണ്ട് ഇട്ടു ആപ്പിച്ചു. ഈ കല്യാണ വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ എല്ലാവരും എന്താണ് വൈകിയത് എന്നൊക്കെ ചോദിച്ചു. എന്ന് വെച്ചാൽ അത്യാവശ്യം പരിപാടിയൊക്കെ തുടങ്ങിയത്. ഈ ചെക്കൻ അവിടെ നിൽപ്പുണ്ട്. ഉമ്മച്ചി ഇതേ ചെക്കൻ്റെ അടുത്തേക്ക് അയറുമാനായിട്ട് പോണേണ്ട. അപ്പോൾ അതേ ചെക്കൻ്റെ ഗ്രൂമൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കേക്കൊക്കെ മുറിയും കാര്യങ്ങളും അതേ ചെക്കൻ്റെ പെങ്ങളാണ്ടാണ് കാണിച്ചത്. അപ്പം ഞാനും ജസ്റ്റ് കേക്ക് കൊടുക്കാൻ വേണ്ടി പോയതാണ്. കേക്കൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്ലാനും കഴിയും. അപ്പോൾ അവിടെ നിന്ന് കസേരയും കാര്യങ്ങളൊക്കെ മാറ്റി ഫുഡ് കഴിക്കലായി. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. സാമ്പാറുണ്ട്, പിന്നെ കേര മീൻകറി ഉണ്ട്, ക്യാബേജ് ഉലത്തിയത്, അവിയൽ, അച്ചാർ, അങ്ങനെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അത് എടുക്കാൻ സമയം ആവണുണ്ടാവുള്ളൂ. അപ്പം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിൽക്കണ പോലെയാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റി റോഡിൽ എന്ന് വെച്ചാൽ അവർ വീട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലേക്കൊക്കെ ആക്കാനുള്ള പ്ലാനൊക്കെ. അപ്പം ഞാൻ പോയിട്ടില്ല. ആയുർമ്മ ഒക്കത്തുനിന്ന് അങ്ങനെ എല്ലാവരെയും അങ്ങനെ ഇടപഴകാത്ത കാരണം പോണില്ല. അപ്പോൾ അതേ ഇങ്ങനെ നിൽക്കണേണ്. അപ്പോൾ അതേ നിൽക്ക വന്നിട്ടാണ് അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്കും കിടന്ന് തുള്ളാൻ. അപ്പം അതേ ഇതിടയിൽ പെട്ടു. ഇതാണ് പിന്നെ മാറ്റാൻ നിന്നില്ല കേട്ടോ. സോറി. എല്ലാവരും ഓരോരുത്തർ സ്ഥലത്ത് ഇരിക്കണുണ്ട്. ആയുർമാനെ എല്ലാവരും വീഡിയോ എടുക്കണ ഗ്യാപ്പാണത്. അപ്പോൾ ഇത് പുറത്തിറങ്ങി ഡാൻസ് കളിക്കാൻ വേണ്ടി നിൽക്കണേണ്ട. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ആയിരം ഒക്കത്തുണ്ട്. ആയിരമായിട്ട് കളിക്കാൻ പറ്റില്ല. ആയിരോട്ട് നിന്ന് കളിക്കുന്നുണ്ട്, ആയിരം കളിക്കുന്നില്ല. അപ്പോൾ ഇത് അവർ പോക്കിരാജ സിനിമയിലെ തകിലടി പാട്ടൊക്കെ വെച്ച് കളിക്കുവാണ്. അത് സ്റ്റെപ്പ് തെറ്റുമ്പോൾ ചെക്കൻ വരില്ല, ചെക്കൻ വരുമ്പോൾ സ്റ്റെപ്പ് പറ്റില്ല. അങ്ങനെ കുറേ പ്രാവശ്യം കളിച്ചിട്ടാണ് ലാസ്റ്റ് ഒരു എഡിറ്റിങ് ചെയ്ത് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ ഞാനും കളിച്ചായിരുന്നു. വെറുതെ ഒരു രസം. അപ്പോൾ ഇതേ ഇക്ക വന്നപ്പോൾ ആയിരം ഇക്കാൻ്റെ അടുത്ത് പോയി. ചിക്കാടത്ത് എൻ്റെ അടുത്താണ് കൂടുതൽ നിൽക്കുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഓരോരുത്തർ. അപ്പം നമ്മളെന്തായി പോണേന് ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ വിശേഷം. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.